നിയന്ത്രണം തെറ്റിയ ഇലക്ട്രിക് കാർ കടയിലേക്ക് ഇടിച്ചു കയറി. കാട്ടാക്കട പ്ലാവൂരിന് സമീപമാണ് നിയന്ത്രണം തെറ്റിയ കാർ ജനസേവന കേന്ദ്രം ഷോപ്പിലേക്ക് ഇടിച്ചു കയറിയത്. ഈ സമയം ജനസേവന കേന്ദ്രത്തിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വന്ന സമീപവാസിയായ സുമേഷ് എന്ന യുവാവിനെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയും കടയുടെ മുന്നിൽ ഇടിച്ചു കയറുകയുമായിരുന്നു. കടയുടെ മുന്നിലുണ്ടായിരുന്ന ഒരു സ്കൂട്ടറും തകർത്തു. ആര്യങ്കോട് പഞ്ചായത്ത് മെമ്പറാണ് വാഹനം ഓടിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. എയർ ബാഗ് പൊട്ടിയതിനാൽ ഡ്രൈവറിന് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റ യുവാവിനെ കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വൈകുന്നേരം 7:45 അപകടം നടന്നത്. പോലീസ് സ്ഥലത്തെത്തി കാർ ഓടിച്ച ഡ്രൈവറെ സ്റ്റേഷനിലേക്ക് മാറ്റി. അപ്പോൾ പെട്ടെന്ന് ഒരു കാർ ഇങ്ങനെ വന്ന് ഇടിച്ചു കയറിയതാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല. സൗണ്ട് കേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇതിങ്ങനെ സംഭവിച്ചു, പേടിച്ചു പോയി. നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു ഇവിടെ അതിനകത്ത്. പിന്നെ വേറെ ആൾ പ്രിന്റ് എടുക്കാൻ വേണ്ടി സുമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ഒരാൾ കക്ഷി. അപ്പോൾ പുള്ളി ഇങ്ങനെ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പുള്ളി ഇടിച്ച് തെറിപ്പിച്ചാണ്. നല്ല കാര്യമായിട്ട് പരുക്കുണ്ട്. ഇവിടെ നിയർ മെഡിസിറ്റി കൊണ്ടുപോയിരിക്കുകയാണ്. കാറിൽ ഒരാളെ ഉള്ളൂ, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. മദ്യപിച്ചതായിട്ട് അറിയില്ല. പുള്ളി ഉറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. ഈ കടയെടുത്ത് നമ്മുടെ ഈ സൈക്കിൾ വർക്ക്ഷോപ്പിലെ ചേട്ടൻ്റെ സ്കൂട്ടറാണ്. അപ്പോൾ അതിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ കടയ്ക്കകത്തേക്ക് മണ്ണും മറ്റു കാര്യങ്ങളെല്ലാം ഇടിച്ച് തരുന്നത്. ഭയങ്കര നാശനഷ്ടങ്ങളുണ്ട്. ആയിട്ടുള്ള ആളിൻ്റെ കാർ ഓടിച്ച് എത്തിക്കാൻ വന്നത്. അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ്, ഉറക്കത്തിലാണോ അതോ മറ്റെന്തെങ്കിലും മരുന്ന് കഴിച്ചതിൻ്റെ ഭാഗമായി ന്യൂറോ സംബന്ധമായ മരുന്ന് കഴിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉറക്കത്തിലാണോ എന്തെങ്കിലും സഡേഷൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. റോങ് സൈഡിൽ വണ്ടി ഇടിച്ച് കയറുകയും നമ്മളിവിടെയുള്ള ഒരു നാട്ടിലെ പയ്യൻ അയാളിവിടെ ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അയാളെ ദേഹത്ത് ഇടിക്കുകയും അയാളിപ്പോൾ നിയർ മെഡിസിറ്റിയിൽ അഡ്മിറ്റാണ്. സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ വലിയ അപകടമായ ഒരു അവസ്ഥയിലേക്കല്ല ഈ വന്നിട്ടുള്ളത്. എങ്കിലും നാട്ടുകാർ എല്ലാവരും ഒത്തുകൂടി പോലീസ് വന്നു. പോലീസ് ഈ വണ്ടി ഓടിച്ച ആളിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്. മറ്റേ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതാണ് ഇവിടെ നടന്ന ഒരു സംഭവം. കടയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. GTV ന്യൂസ്, കാട്ടാക്കട.